നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഓൺലൈനിൽ ഇപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയത്തിൻ്റെ രോഗങ്ങളുടെ മേലിൽ ദൈവമായി ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏത് രോഗമാണ് സൗഖ്യപ്പെടേണ്ടത് ആ രോഗത്തിൽ നിന്റെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെല്ലാം സാധ്യമാകുന്നു. ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയോ നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യവും കർത്താവേ. നിന്റെ വിശുദ്ധമായ വലതുകരം കർത്താവേ, മക്കൾ രോഗമുള്ളിടത്ത് മക്കൾ കൈവച്ചിരിക്കുന്ന ഇടത്ത് കർത്താവേ നിന്റെ കൈകളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലത് കരത്തെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പണ പോലെ വൈത്താക്കാലം ദൈവികമായ ശക്തി ഉള്ളക്കാലം മുതൽ ഉച്ചവരെ കർത്താവ് പ്രസരിക്കട്ടെ. കാൻസർ രോഗങ്ങള് കർത്താവ്, പലതരത്തിലുള്ള കരള് രോഗങ്ങള്, ഷുഗർ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള് കർത്താവ്, ത്വക്ക് രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, കണ്ണിന്റെ കാഴ്ചക്കുറവുള്ള രോഗങ്ങള് കർത്താവേ, അറിവിന്റെ എല്ലാ അവയവങ്ങളെയും കർത്താവെ ഒന്ന് സ്പർശിക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ച് അടയാളത്തിൽ ദൈവശക്തി അന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൈ നെഞ്ചത്ത് വെക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജീവിതത്തിന്റെ സാഹചര്യങ്ങളില് പഠനപരമായ കാര്യങ്ങള്, പരീക്ഷാ കാര്യങ്ങള്, ഇന്റർവ്യൂ കാര്യങ്ങള്, ജോലി യാത്രകള്, തിരിച്ചുവരവ് എല്ലാം കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുക. വിവാഹം കഴിക്കാത്തവര്, ഒത്ത പങ്കാളിയെ ലഭിക്കാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, വിവാഹ കോടതിയിൽ ജീവിതം വലയുന്നവര് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ശ്രുതികട ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിൽ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്ത് കർത്താവ് എന്റെ വിശുദ്ധമായ വലതുകരങ്ങളുടെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങളും കുടുംബത്തിന്റെ ദോഷങ്ങളും തടസ്സങ്ങളാണ് ഇന്റർവ്യൂ, ടെസ്റ്റ്, ജോലി ലഭിക്കുന്ന അവസ്ഥകള് കർത്താവ്, ഓഫർ ലെറ്റർ കിട്ടിയതിനു ശേഷം കർത്താവ് വിസ ലഭിക്കാത്തവരെ കർത്താവ്, യാത്രയ്ക്ക് തടസ്സമുള്ളവരെ, ഇമിഗ്രേഷൻ പാസ്സാകാത്തവരെ കർത്താവ്, എന്തെല്ലാം നൈയാമികമായ സാങ്കേതികമായ തടസ്സങ്ങള്, ദുരിതങ്ങള് യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നിർവീര്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. പിന്നെ ഈ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു നല്ല സാക്ഷ്യം എന്ന് പറയുന്നത് സോഫിയ തലയോലപ്പറമ്പ. സോഫിയ തലയോലപ്പറമ്പിൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം സോഫിയക്ക് ജോലിയില്ല, അതാണ് ഒരു പ്രശ്നം. അവരുടെ വിസ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു വിസ എക്സ്പയർ ആയിപ്പോയി. അല്ല, എന്നുവെച്ചാൽ അവർ കമ്പനി ആ വിസ കൊടുത്തില്ല. ഇൻ്റർവ്യൂവും ടെസ്റ്റും എല്ലാം കഴിഞ്ഞതാണ്. പക്ഷേ വിസ അയക്കാമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടെങ്കിലും ഒരു കൊല്ലം അവർ കാത്തിരുന്നിട്ട് അവർക്ക് വിസ കിട്ടണില്ല.
അത് പോയി. അപ്പോഴേ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇവളിങ്ങനെ കുഴങ്ങണ ഒരു സമയമാണ്. വേറെ ഒരു വർഷം മുഴുവൻ വെറുതെ കാത്തിരുന്നൊരു ദിവസം ഒരു വർഷം പോയി. അപ്പോഴേ ഇവരുടെ അമ്മ വന്ന് ഉടമ്പടി ചെയ്യും. അമ്മ വന്ന് ഉടമ്പടി ചെയ്യുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ സോഫിയയുടെ സിസ്റ്റർ, അവർക്ക് തൈറോയ്ഡ് രോഗവും പിന്നെ എന്തോ കുഞ്ഞിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. അതിനാണ് അവർ ഉടമ്പടി ചെയ്യണത്. പിന്നെ അതിൻ്റെ അടുത്ത് സോഫിയയുടെ വിഷയം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സാക്ഷ്യം എടുത്തത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എടുത്തതിൻ്റെ കാരണം, ഈ ഉടമ്പടി തലയോലപ്പുറം വീട്ടിലെ ഉടമ്പടി പ്രകാരം അവർ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോഴും സോഫിയ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കും. കാര്യം എന്താണ്? എന്നിട്ട് അതാണ് അവൾ സാക്ഷ്യത്തിൽ പറയണത്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയും ചേച്ചിക്ക് വേണ്ടിയും. പിന്നെ അമ്മ, പക്ഷേ അമ്മുമ്മയെ അമ്മമ്മ വീട്ടിലുണ്ട്, രോഗിയാണ്. അമ്മുമ്മയെ നോക്കണത് കാരണം അമ്മയ്ക്ക് കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റണില്ല. അപ്പം അതുകൊണ്ട് ഞാനാണ് എടുക്കണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റും, കുർബാനയ്ക്ക് പോകാൻ പറ്റും, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സോഫിയ വന്ന് ഉടമ്പടി എടുക്കും. എന്തിനാണ് അവർ ഉടമ്പടി എടുക്കേണ്ട ഉദ്ദേശം? കൃത്യമായിട്ട് ഉടമ്പടി നിയോഗങ്ങൾ പാലിച്ച്, അതാണ് എൻ്റെ വിഷയം. അപ്പം ഞാനിത് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, അപ്പോഴിങ്ങനെ ഈ വെറുതെ വന്ന് ഉടമ്പടി എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. കാര്യം ഇവിടെ കണ്ടില്ലേ, അമ്മമ്മയെ ചികിത്സിക്കുകയാണ്. അവർക്കറിയാം ആ ചികിത്സിക്കുന്ന അത്രയും കാലം കുടുംബത്തിൽ ബെഡ്രിഡായിട്ട് കിടന്ന രോഗിയാണ്. ആ രോഗിയെ നോക്കുന്നിടത്തോളം കാലം ഇവർക്ക് ദേവാലയത്തിൽ പോകാനോ ഉടമ്പടി പ്രകാരം കുർബാനയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പരിപാടികളൊന്നും ചെയ്യാതെ ചില ആൾക്കാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. അത് ഞാൻ പറയാം, അത് ദൈവത്തിന് ഒരു പറ്റിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അവരുടെ പേര് പറഞ്ഞാലല്ല പ്രശ്നം, അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ അറിഞ്ഞ് ചെയ്യണമല്ലത്, അറിയാതെ ചെയ്യണതാണ് ശരിക്കും. ഇവർ വിചാരിക്കണം ഇതൊന്നും ചെയ്യേണ്ട കാര്യവുമില്ല. അതായത് ഉടമ്പടി ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിലേക്ക് കുമ്പസാരിക്കണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ 1 മാസം. നമുക്ക് പാപാവസ്ഥ മോശമായ കണ്ടീഷനാണെന്ന് കണ്ടാൽ നമുക്ക് കുമ്പസാരിക്കാം. അങ്ങനെ വരത്തില്ല, ഉടമ്പടി എടുത്താൽ നമ്മൾ സത്യം ജീവിക്കും. പിന്നെ രോഗികളെ ശുശ്രൂഷിക്കണം, അതുപോലെ തന്നെ സുവിശേഷം പ്രചരിപ്പിക്കണം, മറ്റു വ്യക്തികളിലേക്ക് കർത്താവിൻ്റെ വചനം എത്തിക്കണം. കൃപാസനം പത്രമാണ് സാക്ഷ്യമുള്ള. പക്ഷേ പലരും ഇവിടെ വരണത് എന്താണ്? കൃപാസനം പത്രം വായിച്ചാണ് വരേണ്ടത്. കാര്യം എന്താണ്? അതിൽ മുഴുവൻ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ ഈ സാക്ഷ്യം കൊടുക്കണം. അപ്പോഴേ ഇവരെന്താ ചെയ്തതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അവരിവിടെ അമ്മ വീട്ടിൽ ബെഡ്രിഡനാണ്, അവർക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റണില്ല, പക്ഷെ അവർക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ ഒരു അപേക്ഷ കത്ത് കൊണ്ടുവന്നിട്ട പോലെ അവർ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ 2 കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യണത്. പക്ഷേ സോഫിയ എടുക്കുന്ന തീരുമാനം കറക്റ്റാണ്. എന്താ പറയണത്? ഞാൻ എടുക്കുകയാണെങ്കിൽ, അമ്മ എടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, പക്ഷെ ഞാനാണ് ഉടമ്പടി എടുത്തെങ്കിൽ എനിക്ക് കൃത്യമായി പള്ളിയിൽ പോകാൻ പറ്റും. അവന് കൃപാസനത്തിൻ്റെ അമ്മയുടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിലൂടെ വന്ന വചനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ കൈമാറാനോ വിതരണം ചെയ്യാനോ പറ്റും. അതുകൊണ്ട് ഞാൻ പോയി എടുക്കാവുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ഉടമ്പടി എടുത്താലും ആ ഉടമ്പടി അല്പം മിസ്റ്റേക്കാണെന്ന് അവർക്ക് തോന്നിയപ്പോൾ അവർ സത്യസന്ധമായിട്ട് ഈ വിഷയം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതോട് എന്നാ പറ്റിയത്? ഒരു പുതിയ വിസ വന്നിട്ട് അവർ കയറിപ്പോയി. ഇപ്പം ജോലിയിലായി. അവർ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് സംഭവിക്കണത്. അതെന്തുകൊണ്ട് ഇത്രയും സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണിച്ച ആത്മാർത്ഥതയാണ്. അതിൻ്റെ നിബന്ധനകളുണ്ടല്ലോ. നമ്മൾ നിയോഗങ്ങളുടെ വായിട്ട് നോക്കിയിരിക്കരുത്, നിബന്ധനകൾ എന്താണെന്ന് നോക്കണം കൃത്യമായിട്ട്. അതെന്തുമാത്രം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒപ്പിച്ചുണ്ടാക്കുകയാണ്, കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്, ദൈവത്തെ പറ്റിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി കൃത്യമായിട്ടാണ് ഉടമ്പടി ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കോർട്ടിൽ നിന്ന് ബോൾ പോകും. പിന്നെ ഒക്കെ പ്രശ്നമില്ല. ദൈവം അതിൻ്റെ സമയത്ത്
നമ്മൾ വിചാരിക്കുന്നേക്കാൾ ഭംഗിയായിട്ട് കർത്താവ് ആ വിഷയം ക്രമീകരിക്കും. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുത്ത മക്കളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി നിയോഗങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിബന്ധനകൾ കൃത്യതയോട് പാലിക്കാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദിവ്യകാരുണ്യ അഭിഷേകം ആരാധന കർത്താവേ നിറയണമേ, ഈശോയെ നിറയണമേ, ഈശോയെ വരണമേ. ഈശോയെ ആരാധന. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യത്തിനും ആരാധനയും ജീവിതം നിന്റെ കാരുണ്യമേ, പിന്നെ ഒരു സാക്ഷ്യം വന്നത് രജീസ് വർഗീസിൻ്റെ സാക്ഷ്യമാണ്. ചേച്ചിയാണ്. ചേച്ചിയുടേത് സർക്കാസ്റ്റിക് ആയിട്ടുള്ള സാക്ഷ്യമാണ്. ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ വണ്ടി ഇടിച്ചപ്പോൾ ചേച്ചിയുടെ ഓർമ്മ പോയി. എന്തോർമ്മ പോയി? ചേച്ചിക്ക് ഡ്രൈവിങ് അറിയാം, പക്ഷെ ചേച്ചിയുടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രൈവ് ചെയ്യാനുള്ള ഓർമ്മ പോയി. അത് കുറച്ച് നാൾ തിരിച്ച് വന്നു കഴിക്കും. അത് ഒന്നും ഇല്ലെന്ന് പിന്നീട് സാക്ഷ്യം പറഞ്ഞ ആൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലത്. അങ്ങനെയുള്ളവർ വരുമ്പോൾ ചോദിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവന് അതല്ല പ്രശ്നം. ഞാൻ അകത്ത് കേട്ടത് സാക്ഷ്യം അതല്ല. ഇത് കേട്ടപ്പോൾ അതാണ് കൃപാസനത്തിൻ്റെ അമ്മയടുത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതായത് ഇവർ കൃപാസനത്തിൽ വന്ന് കഴിഞ്ഞിട്ട് ഡ്രൈവിങ്ങിൻ്റെ ഓർമ്മ പോയ കാര്യമാണ് ഇവർ ആദ്യമായിട്ട് വെക്കണത്. തീർച്ചയായിട്ടും ഇതിൻ്റെ രീതി അനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു വരും. അത് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിലും വരും. അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്കാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബ്രെയിൻ സിസ്റ്റം ക്ലിയർ ചെയ്ത് തരുമ്പോൾ പഴയ മെമ്മറി എല്ലാം തിരിച്ചു വരും. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വകുപ്പിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന അമ്മ. ആ വാഹനം കൃത്യമായിട്ട് ഹിറ്റ് ചെയ്തതിൻ്റെ ഒരു വകുപ്പിലാണ് അമ്മ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ വിഷയം? അതൊന്നുമല്ല. എന്താണെന്നറിയുമോ? ഇവർക്ക് ഒരു 10 കൊല്ലമായിട്ട് ഒരു ഗുരുതരമായ രോഗമാണ്. എന്ത് രോഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് കുളിക്കാൻ പറ്റത്തില്ല. കുളിക്കണമെങ്കിൽ തിളച്ച വെള്ളമായിരിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. തിളച്ച വെള്ളത്തിലേ കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ പറയണത് എൻ്റെ നീർക്കെട്ടൽ കൊണ്ടാണ് എനിക്ക് തിളച്ച വെള്ളം ശരീരത്തിൽ ഒഴിച്ചാൽ മാത്രമേ അറിയത്തുള്ളെന്ന്, അല്ലെങ്കിൽ അറിയത്തില്ലെന്ന്. തന്നെയല്ല, തണുത്ത വെള്ളം വീണ് അലർജിറ്റിക്കാവും. അപ്പോൾ വാദവും ഉണ്ടെന്ന് തോന്നണം. നീർക്കെട്ടലും വാദവും കൂടിയാണ് ആ ബോഡിക്ക് വന്നിരിക്കുന്നത്. ഇതിവർ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ ഉടമ്പടി ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വർഷങ്ങളായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചാണ് കുളിക്കണത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതിന് മരുന്നില്ല, പക്ഷെ അമ്മയുടെ അടുത്ത് മരുന്നുണ്ട്. ഇപ്പോൾ അവർ തണുത്ത വെള്ളത്തിലാണ് കുളിക്കണത്. അത്രയും സെക്കൻഡ് വ്യത്യാസമാണ്. ഇപ്പോൾ വണ്ടി ഇടിച്ചത് എന്തിനാണ്? ഇവരുടെ ഡ്രൈവിംഗ് ഓർമ്മ പോയത് എന്തിനാണ്? ഇവിടെ രോഗത്തെ സുഖപ്പെടുത്താൻ വേണ്ടി അമ്മയുടെ ദൈവത്തിൻ്റെ ഒരു പരിപാലനയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സഹോദരൻ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇടവ് സംഭവിച്ചാൽ നിങ്ങൾ ഓർക്കും അതായിരിക്കും, അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ പാപം കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തില്ല, ഈ പ്രാർത്ഥിക്കണം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചില്ല. ഇങ്ങനെ പരിശുദ്ധാത്മാവില്ലാതെ പൊട്ടത്തരം പറയരുത്. ദൈവം ഉദ്ദേശിക്കുന്ന അതായിരിക്കത്തില്ല. ആ ഒരൊറ്റ വിഷയത്തിലൂടെ ദൈവം ആരാണെന്നറിഞ്ഞ് നീ വർഷങ്ങളായി അനുഭവിക്കുന്ന വിഷമതകളിൽ നിന്ന് കർത്താവ് നിന്നെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തമായ പരിപാലനയുടെ ഭാഗമാണ്. അതാണ് ഉടമ്പടിയിൽ അനേകം മക്കൾക്ക് സംഭവിക്കുന്നത്. പിന്നെ അങ്ങനെ ചേട്ടൻ്റെ അസുഖം മാറി. ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തു. ഡെങ്കു പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്നു.
ഇവിടെ വന്നെങ്കിലും ഞങ്ങൾക്ക് ചേട്ടന് ഓൺലൈനായിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ചേട്ടൻ്റെ പേരിൽ ഉടമ്പടി എടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വചനം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. സാക്ഷ്യം പറയുന്നുള്ള ആ തോന്നലും വരുന്നുണ്ട്. ഈ ബൈബിൾ വചനവും വരുന്നുണ്ട്. ഈ വചനം വായിച്ചു നോക്കിയപ്പോൾ സാക്ഷ്യം പറയാൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഭർത്താവിന് പറഞ്ഞപ്പോൾ പിള്ളേരെയും കൊണ്ടാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ അവർക്ക് വിശക്കണു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സാക്ഷ്യം പറയാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇതിന് മുൻപ് ഒരു അത്ഭുതം കൂടിയുണ്ട്. ഞങ്ങൾ 5-ാം തീയതി ആണ് വന്ന് ഉടമ്പടി എടുത്തത് ചേട്ടൻ്റെ പേരിൽ. അന്ന് വരുന്ന വഴിക്ക് എറണാകുളത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റി. അത് വഴി തെറ്റിന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ വഴി തെറ്റി അങ്ങോട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കെ ഞാൻ ആകാശത്ത് മാലാഖയുടെ രൂപം ഞാൻ കണ്ടു. വാള് കയ്യിലേന്തിയ മാലാഖയുടെ രൂപം മേഘത്തിൻ്റെ രൂപത്തിലാണ് ഞാൻ കണ്ടത്. ഞാൻ ചേട്ടനെയും വിളിച്ച് ഞാനത് കാണിച്ചു കൊടുത്തു. വഴി തെറ്റിന്ന് പിന്നെ കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോകുന്ന വഴിയൊന്നുമല്ല കാണാറുള്ള ഞാൻ വരുമ്പോൾ കാണാറുള്ള ബിൽഡിങ്ങുകളൊന്നുമല്ല കാണണേ. ഞാൻ പറഞ്ഞു നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടെന്ന് തോന്നണേ. വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മാലാഖയുടെ രൂപം കണ്ടിട്ടില്ല. ഞങ്ങൾ ബോർഡ് നോക്കി, ആലപ്പുഴ ബോർഡ് നോക്കി കറക്റ്റായിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു. അന്ന് എന്നോട് സാക്ഷ്യം പറയാനായിട്ട് മനസ്സിൽ തോന്നി. അന്ന് ഞാൻ സാക്ഷ്യം പറയാതെ തിരിച്ചു പോവാണ് ചെയ്തത്. ഉടമ്പടി എടുത്ത ഈ ഉടമ്പടി പത്രവും കാറിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചായിരുന്നു. പക്ഷേ കാറിൽ നിന്ന് വീട്ടിൽ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഉടമ്പടി പത്രവും തൈലവും എടുക്കാൻ മറന്നുപോയി. ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് ഓർത്തിട്ടില്ല. ഞാൻ കിടക്കാനായിട്ട് പ്രാർത്ഥനയെല്ലാം ചൊല്ലി കിടന്നു. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. 3 വർഷമായിട്ട് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഈ 2 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല യൂറിൻ ഇൻഫെക്ഷൻ. പക്ഷേ ഞാൻ അന്ന് ഉടമ്പടി ചേട്ടനെടുത്ത് അന്ന് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നു. ഞാൻ എന്തുകൊണ്ടാണിത് വന്നത്, എനിക്ക് മാതാവ് മാറ്റി തന്നതെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു അസുഖമാണത്. അത് എനിക്ക് പിന്നെയും വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ വന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിക്കും, കൊന്ത ചെല്ലും, വിശ്വാസ പ്രമാണം ചെല്ലും. പക്ഷേ എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല ഇത് പിന്നെയും വന്നത്. എന്നിട്ട് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ച് നോക്കിയപ്പോൾ അതിൽ യാക്കോബ് വന്ന ഉടമ്പടി എടുത്തു. അത് ഉടമ്പടി നിന്ദിച്ചു എന്നൊരു വാക്ക്, അത് ബൈബിൾ വചനം ഞാൻ ഓർക്കണില്ല എത്രയാണെന്ന്. പക്ഷെ നിന്ദിച്ചു എന്നൊരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാനത് നിന്ദിച്ചത് എന്താണെന്ന് ഞാനങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചു. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കാറിൽ വെച്ച് ഉടമ്പടി പത്രവും തൈലവും എടുത്തിട്ടില്ല എന്ന്. അത് അപ്പം തന്നെ ചേട്ടൻ ഉറങ്ങായിരുന്നു. ഞാൻ വിളിച്ചെനിപ്പിച്ച് ഞാൻ പോയി തൈലും പത്രവും എടുത്തുകൊണ്ട് വന്ന് മാതാവിൻ രൂപം വെച്ചോടത്ത് വെച്ച് പ്രാർത്ഥിച്ച് ചേട്ടനെ കൊണ്ട് എന്നെ വിശ്വാസ പ്രമാണം ചെല്ലിച്ച് എൻ്റെ നെറ്റിയിൽ തേച്ചതിന് ശേഷമാണ് എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റിയത്. അതൊരു വലിയ അത്ഭുതമായിട്ട് മാതാവ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കണു. ഇത് വരെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോ കുമാരനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ ഇപ്പോഴും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് യൂട്യൂബിൽ ഇങ്ങനെ മാതാവിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ ഈ ഇവിടുന്ന് കിട്ടുന്ന പത്രം കൊണ്ടു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ ഞങ്ങളുടെ അവിടെ കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ അവിടെ ഒരു അമ്മ മഠമുണ്ട്. മഠത്തിൽ പ്രായമായ അമ്മച്ചിമാർ അപ്പച്ചന്മാരാണ് ഉള്ളത്. അവർക്ക് വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും 4 മണിക്കുള്ള സ്നാക്സ് ആയിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ആര് വന്ന് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാലും ഞങ്ങൾ കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇതിനെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് റിറ്റി തോമസ്. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയിൽ നിന്നാണ്. ഞാനിവിടെ വരാനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ മമ്മി എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പേടി കാരണം എനിക്ക് ഒരു റൂമിൽ തന്നെ ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു.
ആ ഒരു മമ്മി എനിക്ക് വേണ്ടി സാക്ഷ്യം എടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുവാണ്, നീ വന്ന് ഉടമ്പടി എടുക്ക്, അങ്ങനെ തോന്നിക്കോ, കുറേ വട്ടം തോന്നിച്ചു. അങ്ങനെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ പേടി ഉണ്ടായിട്ടില്ല. ആ പേടി പൂർണ്ണമായിട്ടും അമ്മ മാതാവും ഈശോയും മാറ്റി തന്നു. അതുപോലെ എക്സാം ഉണ്ടായിരുന്നു എനിക്ക്, BSc നഴ്സിംഗാണ് ഞാൻ. അപ്പോൾ എക്സാമിന് വന്നിട്ട് എല്ലാ വിഷയവും ഞാൻ തോറ്റു പോകുമായിരുന്നു. അപ്പോൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പം തൈലവും കാശുരൂപവും തന്നിരുന്നു. ആ കാശുരൂപവും തൈലവും പിടിച്ചുകൊണ്ട് ഞാൻ പോയി എക്സാം എഴുതി. ആ എക്സാമിൽ അമ്മ മാതാവ് എൻ്റെ കൂടെ വന്നു. അതിന് ഒരു കാരണം എന്ന് വെച്ചാൽ അമ്മ മാതാവ് എൻ്റെ കയ്യിൽ പിടിച്ച് എഴുതി എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം സ്പീഡ് എനിക്ക് എക്സാമിനായാലും ഒന്നിനും എനിക്ക് സ്പീഡ് ഇല്ലാത്ത ഒരാളാണ്. അതുപോലെ നല്ല ഹാൻഡ് റൈറ്റിങ് അതും എനിക്കില്ലാത്ത ഒരാളാണ്. ഇത് രണ്ടും അമ്മ മാതാവ് എഴുതിയതാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ മമ്മിക്ക് നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു നേരത്തെ. ആ നെഞ്ചിന് വേദന വന്നപ്പോൾ ഞാൻ മമ്മിക്ക് തൈലം തേച്ച് കൊടുത്തു. തേച്ച് കഴിഞ്ഞ് മമ്മിക്ക് പിന്നെ ആ വേദന വന്നിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നെഗറ്റീവായിരുന്നു റിസൾട്ട്. പിന്നെ എൻ്റെ ഇവിടെ കഴുത്തിൻ്റെ അവിടെ എനിക്കൊരു തടിപ്പുണ്ടായിരുന്നു. ആ തടിപ്പ് വന്നിട്ട് മാറ്റി അമ്മ മാതാവും ഈശോയും മാറ്റി. പിന്നെ ആത്മീയ ജീവിതത്തിൽ വളർച്ച എന്ന് വെച്ചാൽ എനിക്ക് ബൈബിൾ ഞാൻ അരമണിക്കൂർ വായിക്കും. എങ്കിലും അതിൽ കൂടുതൽ എനിക്ക് വായിക്കാൻ ഈശോയും അമ്മ മാതാവും എന്നെ സഹായിക്കുന്നുണ്ട്. ഇപ്പം കാരുണ്യ പ്രവർത്തനമായിട്ട് ഇവിടുന്ന് ലഭിക്കുന്ന കൃപാസനം പത്രം ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കാനും അതുപോലെ ആൾക്കാർക്ക് പൈസ ഇല്ലാത്തവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ഈശോ അമ്മ മാതാവ് എന്നെ കൂടുതൽ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് അമ്മ മാതാവിന് 1000 നന്ദി. യേശു എൻ്റെ കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയും, എൻ്റെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ. എൻ്റെ പേര് ബിനു സാബു. ഞാൻ ന്യൂഡൽഹിയിൽ നിന്ന് വരുന്നു. എനിക്ക് തന്ന അനുഗ്രഹ സാക്ഷ്യത്തെ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 50 വർഷമായിട്ട് 50 വയസ്സായി എനിക്ക്. ഞാൻ 50 നോയമ്പ് മൊത്തവും നോക്കിയിട്ടില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2022 ഡിസംബർ 27-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. 2023 മാർച്ച് മാസത്തിലെ നോയമ്പ് മൊത്തവും നോക്കാനും എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും യേശുവിൽ ഒത്തിരി അടുക്കുവാനും എനിക്ക് തന്നതിനായി നന്ദിയോടെ ഞാൻ പറയുന്നു. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, എൻ്റെ മോള് UK പോയി ഈ ഉടമ്പടി വെച്ചാണ് ഞാൻ എൻ്റെ മോള് UK പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് 28 വർഷമായിട്ട് വീടില്ലായിരുന്നു. വീടിന് വസ്തു ഉണ്ടായിരുന്ന അതിൽ വഴിയില്ലായിരുന്നു. എനിക്ക് വഴിയോട് കൂടെയുള്ള വസ്തു, ഒരു പൈസ പോലും ഇല്ലാതെ വസ്തു എൻ്റെ പപ്പ തരികയും ആ വീട് 1 വർഷം ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. 2022 മാർച്ച് മാസത്തിലാണ് അതിന് തറക്കല്ലിടുകയും 2023 ഏപ്രിൽ മാസം ആയപ്പോഴത്തേന് ആ വീട് മൊത്തം പൂർത്തീകരിക്കുകയും ചെയ്തു. ഞാൻ മെയ് 9-ാം തീയതിയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. എൻ്റെ കൃപാസനം അമ്മയുടെ അടുത്ത് വന്നു. ആ വീടിനെ പറ്റിയുള്ള സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോയി വീട് പോലും കയറി കാണത്തുള്ളൂ. ഞാൻ 9-ാം തീയതി വന്നു. 10-ാം തീയതി ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഇവിടെ വന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് വന്നു എൻ്റെ വീട് തന്ന് സാക്ഷി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പോയി ആ വീട് കയറി കാണത്തുള്ളൂ. 19-ാം തീയതിയാണ് എൻ്റെ വീടിൻ്റെ പാല് കാച്ചു. പിന്നെ
എനിക്ക് തന്ന അനുഗ്രഹം. എൻ്റെ കൈ രണ്ട് കൈ നിറച്ച് ചൊറിച്ചിലായിരുന്നു. അങ്ങ് ചെതുമ്പൽ പോലും ഇങ്ങനെ വരുമായിരുന്നു. ഇതെനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പിട്ട് കിട്ടിയ വചന ശുശ്രൂഷയിൽ കിട്ടി അച്ഛൻ പറഞ്ഞു തരുന്ന കാര്യമാണ്. എൻ്റെ രണ്ട് കൈ നിറച്ച് ഇങ്ങനെ ചെതമ്പിൽ ഇങ്ങനെ പോയി ആരൊക്കെ കാണിക്കാൻ പോലും ഒക്കത്തില്ലായിരുന്നു. ഉടമ്പടി യൂട്യൂബിൽ വചനപ്രഘോഷണത്തിൽ അച്ഛൻ രോഗസൗഖ്യത്തിൽ പറഞ്ഞു ഒരു മകളുടെ കൈ രണ്ടും ചിതമ്പലായിട്ടിരിക്കുന്ന കൈ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ 2 സുഖപ്പെടുത്തി. പിന്നെ എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. അതും വചനപ്രഘോഷത്തിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഇതോണം പല്ലുവേദന എടുക്കുന്ന ഒരു മകളുടെ പല്ല് സുഖമാക്കുമെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പല്ലടന്ന് എൻ്റെ കയ്യിൽ വന്ന് വീണു. അത് കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് എനിക്ക് ഇന്ന് വരെ പല്ലുവേദന വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കിട്ടിയ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഡിസംബർ മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് 2022